കൊച്ചി മേയർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം ലത്തീൻ സഭയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് എനിക്ക് മേയർ സ്ഥാനം കിട്ടിയതെന്ന് അതൊരു ഉചിതമായി ഒന്നാമത്തെ അല്ല അത് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്നത് എന്നോടോ DCC പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞിട്ട് ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല. ലത്തീൻ സഭ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ആ സഭാ അധ്യക്ഷന്മാരുമൊക്കെ ആയിട്ട് നല്ല വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. അവരൊരിക്കലും അസംബ്ലി സീറ്റിൽ പോലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നോ സ്ഥാനാർത്ഥിയുടെ പേരോ പറയാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടപ്പുറം, കൊച്ചി രൂപതകളിലൊക്കെയുള്ള ലത്തീൻ സഭകളിൽ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. മാത്രമല്ല അവർ ഈ സമുദായ അംഗമല്ലല്ലോ, പിന്നെ എന്താ ഈ വിവാദം? അവർ ആ സമുദായത്തിലെ അംഗമല്ല, പിന്നെ എന്തിനാണ് വിവാദം? അത് നമ്മൾ ചെന്നിട്ടിപ്പോൾ ഞാൻ ലത്തീൻ സഭയുടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയിൽ പൂർണ്ണമായ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് ചെല്ലുമ്പോൾ പറയണം, അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണെന്നല്ലേ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ നൽകിയ ഇതിന് പൂർണ്ണമായ സന്തോഷമുണ്ടെന്ന് എല്ലാ സമുദായങ്ങളിലും പോവും. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. ആ സഭയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളോടല്ലേ പറയേണ്ടത്. ഒന്നുകിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ DCC പ്രസിഡന്റിനോട് പറയണം, അല്ലെങ്കിൽ ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് പറയണം. അവരെ വലിച്ചഴക്കരുത്, കാരണം അവരെ ഇതിനകത്തേക്ക് വലിച്ചഴക്കരുത്. കാരണം അവരാരും ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്നതല്ലേ, 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ലേ. അവരൊന്നും ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. എനിക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ലത്തീൻ സമുദായ അംഗമാണ്. അപ്പോഴും അവർ ആളെ ജയിപ്പിക്കാനും ഇടപെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അവരൊന്നിനും ഇടപെടില്ല. അവരങ്ങനെ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും അവരൊക്കെ ഈ തീരപ്രദേശത്തെ വിഷയങ്ങൾ, ഇപ്പം മുനമ്പത്തെ വിഷയങ്ങൾ, പള്ളുരുത്തിലെ അങ്ങനെ അല്ലാതെയൊന്നും അവരൊന്നും ഇല്ല. അവരൊന്നും അങ്ങനെ വന്ന് സംസാരിക്കില്ലെന്ന്, അങ്ങനെയൊന്നും അവർ വന്ന് സംസാരിക്കുന്നവരല്ല. അവർ സംസാരിക്കുന്ന ആളുകളല്ല. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സമുദായങ്ങളല്ലല്ലോ പറയുന്നത്. ഭരണം എങ്ങോട്ട് എനിക്കറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും കൊച്ചിയുടെ ഭരണം എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതിന്റെ സൂചന, കൊച്ചിയുടെ ഭരണം ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളൂ? വെറുതെ വേണമെങ്കിൽ ഒരു വിവാദം കൂടെ ഉണ്ടാക്കുക, വേറൊന്നുമില്ലെങ്കിൽ ഇത് എടുക്കുക. ഇപ്പൊ ഇന്ന് വേറെയൊക്കെ വന്നേക്കണോണ്ട് അതങ്ങ് പോയി. അല്ലെങ്കിൽ ഇന്നിപ്പോ വേറെ വാർത്തയൊന്നും വന്നില്ലെങ്കിൽ ഇന്നങ്ങ് ചെയ്യാം. ഓൾറെഡി ഒരു പരാതി കൊടുത്തിരുന്നു KPCC. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇവരെന്നെ പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാർ സംസാരിച്ചത്. അപ്പോൾ ഒരു കൃത്യമായ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കില്ല. അവിടെ KPCCക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായി പാലിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും. അല്ലാത്ത സ്ഥലത്തെ പറ്റി കംപ്ലയിൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പാടില്ല. KPCCയുടെ പ്രൊസീജിയർ എല്ലാവരോടും വിളിച്ചൊറ്റയ്ക്ക് ചോദിച്ച് അവരുടെ ഇതാണ്. അതിൽ ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടിയെന്ന് പറയാൻ പാടില്ലാത്ത ഒരാളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ പ്രൊസീജിയർ അനുസരിച്ച് മുതിർന്ന നേതാക്കൾ ഇരുന്ന് ഓരോ കൗൺസിലർമാരോട് അഭിപ്രായം ചോദിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഒരു പ്രൊസീജിയർ വയലേഷനും അവിടെ ഈ ജില്ലയിൽ എങ്ങും നടന്നിട്ടില്ല. ഏതെങ്കിലും ജില്ലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുത്ത് അത് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.